നമ്മുടെ ഫോളോവേഴ്സിനെയും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെയും മറച്ചു വെച്ചിട്ട് നമ്മളിവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല, എല്ലാം ഓപ്പണാണ്. ഈ വർഷക്കാലത്ത് കുറേയേറെ ഫ്രൂട്ട് പ്ലാന്റുകളിലായിട്ട് നമ്മൾ എയർ ലെയറിങ് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ അതിൽ ചിലതൊക്കെ വേര് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേര് വന്നതൊക്കെ നമ്മളങ്ങോ വെട്ടിയെടുക്കുകയാണ്. മറ്റുള്ളത് വേര് വരാനുണ്ട്, അപ്പോൾ അതൊക്കെ അവിടെ നിർത്തിയിട്ടുണ്ട്. വേര് വന്നതൊക്കെ വെട്ടിയിട്ട് അതെങ്ങനെയാണ് പ്ലാന്റാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഒരേ സമയം വെച്ചതിൽ തന്നെ ചിലതിന് വേര് വരാൻ താമസമുണ്ടാകും, ചിലതിന് പെട്ടെന്ന് വേര് വരും. അപ്പോൾ ഇതിൽ വേര് വന്നതിനൊക്കെ നമ്മൾ മുറിച്ചെടുത്ത് മറ്റൊരു തൈയാക്കി മാറ്റുന്നതാണ് നമ്മളിവിടെ കാണിക്കുന്നത്. അപ്പം അത് അറിയാനും ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോ ഒക്കെ ഉപകാരപ്പെടും. കവറിനുള്ളിലൂടെ തന്നെ നമുക്കിതിൻ്റെ വേരുകളൊക്കെ ക്ലിയറായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ഇനി പ്ലാസ്റ്റിക് കവറൊക്കെ റിമൂവ് ചെയ്താൽ നമുക്കത് കൃത്യമായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു എയർ ലെയറിങ്. ഫ്രൂട്ട് പ്ലാന്റുകളാവട്ടെ മറ്റേത് തൈകളാവട്ടെ, ഏത് തൈൻ്റെ പിന്നിലും ഓരോ പ്രവർത്തനങ്ങളും അതിൻ്റെ പിന്നാലെ കുറേ വർക്കുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വർക്കുകളൊക്കെ ഓരോന്നായിട്ട് പൂർത്തിയായാൽ മാത്രമാണ് കരുത്തുള്ളതായിട്ടുള്ള ഓരോ തൈകളായിട്ട് മാറുകയുള്ളൂ. അതിപ്പോൾ നമുക്ക് വിൽക്കാനായാലും നമ്മൾ പറമ്പിൽ വെക്കാനായാലും ശരി. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലിയർ വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. നമ്മളെ ഫോളോവേഴ്സിനെയും നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെയും മറച്ചു വെച്ചിട്ട് നമ്മളിവിടെ ഒരു കാര്യവും ചെയ്യുന്നില്ല, എല്ലാം ഓപ്പണാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്കും പഠിക്കാൻ വേണ്ടി നമ്മളിതിങ്ങനെ തുറന്ന് കാണിക്കുകയാണ്. ആവശ്യക്കാർക്ക് ഉപകാരപ്പെടട്ടെ എന്ന രീതിയിലും നമ്മളെ വീഡിയോ നിങ്ങളൊക്കെ കാണാനും പിന്നെ തൈകളൊക്കെ ആവശ്യമുള്ളവർക്ക് ചോദിക്കാനും എല്ലാ ഉദ്ദേശവും കൂടി വെച്ചിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. എയർ ലെയറിങ് ചെയ്യുന്നത് മാത്രം കാണിച്ചാൽ പോരല്ലോ. അപ്പോൾ അത് നമ്മൾ എയർ ലെയറിങ് ചെയ്തതിന് ശേഷം എന്തുണ്ടായി, എങ്ങനെ ഒരു തൈ ഉണ്ടാക്കുന്നു എന്നും കൂടി നമ്മൾ കാണിച്ചു തരണം ക്ലിയറായിട്ട്. എങ്കിലും മാത്രമേ നിങ്ങളൊക്കെ വീഡിയോ കാണുന്ന നിങ്ങൾക്കൊക്കെ അതൊരു ഉപകാരമാകും, നിങ്ങൾക്കൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇതാണ് വേര് വന്നിട്ടുള്ളത്. എയർ ലെയറിങ് ചെയ്തിട്ട് ക്ലിയറായിട്ട് വേര് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളിതൊക്കെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ഇതിൻ്റെ വേരൊന്നും പൊട്ടാതെ ഈ മണ്ണ് ഇളകാതെയൊക്കെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. അപ്പോൾ വീഡിയോ ചെയ്യലും നമ്മളിത് ഇതിൻ്റെ പ്ലാസ്റ്റിക് റിമൂവ് ചെയ്യലും കൂടി ഒരുമിച്ചാൽ ചിലപ്പോൾ ഇത് കേട് വന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ ആ ഭാഗം കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒരു ഭാഗത്ത് മുഴുവൻ വേര് വന്നിട്ടുണ്ട്. നമ്മളെ ഉമ്മർ ചാമ്പ എന്ന് പറഞ്ഞിട്ടുള്ള വലിയൊരു ചാമ്പയാണ്. നമ്മളെ കശുവണ്ടി മാവിൻ്റെ ഇത്ര വലിപ്പം ഉണ്ടാവും, നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്പാണ് ഇപ്പോൾ വേര് പിടിച്ചത്. അതാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ ചട്ടിയിൽ വെക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇത് വെക്കുമ്പോഴും നമ്മൾ വളരെ സൂക്ഷ്മതയോടെ വേണം ഇതൊക്കെ വെക്കാൻ. കാരണം ഇതിൻ്റെ മണ്ണോ വേരോ ഇളകാൻ പാടില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മളിങ്ങനെ ചെയ്തിട്ട് കൂടുതൽ അമർത്താത്ത രീതിയിൽ മണ്ണൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കും. അപ്പോൾ നമ്മൾ തൈ നട്ടു. അപ്പോൾ തൈ ഒരു ഭാഗത്തേക്ക് ചരിഞ്ഞാണ് നിൽക്കുന്നത്. പക്ഷേ അത് നിവർത്താനൊന്നും പോകണ്ട, കാരണം നിവർത്തി കഴിഞ്ഞാൽ നമ്മൾ ഈ തൈ അവിടെ വെച്ച് കേടുവരും. അപ്പോൾ ഇനി വർഷക്കാലമാണെന്ന് കരുതി വെള്ളം വേണമെന്ന് ചോദിച്ചാൽ ഇത് നമ്മുടെ പുതിയ തൈയാണ്. അപ്പോൾ അതിന് ഇത്തിരി വെള്ളം കൊടുക്കാം. ഇതാണ് ഒരു എയർ ലെയറിങ് ചെയ്ത് തൈ ഉണ്ടാക്കുന്ന രീതി. ഇതിൻ്റെ എയർ ലെയറിങ് ഒക്കെ നമ്മൾ മുമ്പേ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഉപകാരമെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക.